അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. നമ്മൾ സാധാരണ മരണവാർത്തകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറ്. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇത് തീർച്ചയായും നിങ്ങൾ കാണണം. കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടം തന്നെയാണ്. മെൻ്റലിസ്റ്റ് അനസ് ഷാഫി ഉസ്താദിനെ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. ആളൊരു ഉസ്താദാണ്, മെൻ്റലിസ്റ്റാണ്, നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ചുമാണ് ഉസ്താദിൻ്റെ. അപ്പോൾ ഈ ഉസ്താദ് നമ്മുടെ മക്കൾക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ആ മോട്ടിവേഷനിലൂടെ ഉസ്താദ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത നമ്മുടെ മക്കളെയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹമില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളുടെ മുന്നിലാണ് ഈ വീഡിയോ എത്തിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഈ റിവ്യൂവിൽ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല, എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം. നമ്മുടെ മക്കൾക്ക് നമ്മോടുള്ള സ്നേഹം, മാതാപിതാക്കളുടെ ആ ഒരു സ്നേഹമാണ് ഉസ്താദ് ഇങ്ങനെ പുറത്തെടുക്കുന്നത്. എല്ലാ മക്കളും നല്ല മക്കളാണ്, പക്ഷേ നമ്മുടെ നോട്ടത്തിൻ്റെ ചില കുറവുകളാണ്. ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും പൊട്ടിക്കരഞ്ഞുപോയി. അങ്ങനെ ഒരു കൂട്ടക്കരച്ചിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പറ്റുമെന്ന ആളുകൾ മാത്രം ഇതുവരെ നിങ്ങൾക്ക് ഈ ചിരിക്കാനും കളിക്കാനൊക്കെ ഞാൻ സമയം തന്നില്ലേ. ഇനി ഇവിടെ ഇരിക്കുന്ന ആളുകൾ, എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇരുന്നാൽ മതി. അല്ലാത്ത ആളുകൾ ഇരിക്കണ്ട, അല്ലാത്ത ആളുകൾക്ക് പോകാം. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും ഓക്കെ ആണോ? എന്നാൽ ഈ കണ്ണ് പൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്തേ. ബ്രീത്തിങ്, ഹോൾഡ്, സ്ലോലി ബ്രീത്ത് ഔട്ട്. മെല്ലെ ബ്രീത്ത് ഔട്ട് ചെയ്യും. ബ്രീത്ത് ചെയ്തിട്ട് ഹോൾഡ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കണം കേട്ടാ. ബ്രീത്തിങ്, ഹോൾഡ്, സ്ലോലി ബ്രീത്ത് ഔട്ട്. ഉറപ്പുള്ള ആൾക്ക് ഉമ്മ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും ഉമ്മയും ഉപ്പയും പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ ആരൊക്കെയാ? ഒരാൾ മോണ്ട്. ധൈര്യമുള്ളൊരു കൈ പൊന്തിച്ചോണേ. എന്താണ്, ആർക്കും ധൈര്യം ഇല്ലേ? ഉപ്പാനോട് നിങ്ങൾക്ക് സ്നേഹമില്ലേ? ഉമ്മാനോട് സ്നേഹമില്ലേ? നിങ്ങളെ ഉമ്മാക്ക് നിങ്ങളെ ദേഷ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? നിങ്ങളെ ഉപ്പാക്ക് നിങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ടാ? പിന്നെന്താ നിങ്ങൾ ഉമ്മ പറഞ്ഞത് കേൾക്കാത്തത്? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപ്പ പറഞ്ഞത് കേൾക്കാത്തത്? എന്നാലേ നിങ്ങൾ ഗർഭിണികളായ സ്ത്രീകളെ കണ്ടുക്കണം. എന്നെ തന്നെ ശ്രദ്ധിക്കണം. ഗർഭിണികളായ സ്ത്രീകളെ കണ്ടുക്കണം. അവരിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദിക്കും. ശരിക്കും അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇതേപോലെ നിങ്ങളെ ഉമ്മാന്റെ വയറിലാകുന്ന സമയത്തെ നിങ്ങളെ ഉമ്മ ഉണ്ടല്ലോ, നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മാക്ക് 10 മാസം ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഛർദിച്ചും കൊണ്ടേ ഇരിക്കുകയാണ്. ഛർദിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട ഉമ്മ 10 മാസങ്ങൾ ഗർഭം ചുമന്നു. നിങ്ങൾ ഉമ്മാന്റെ വയറ്റിലാകുന്ന സമയത്ത് ഉമ്മാക്ക് രാത്രി നല്ല രൂപത്തിലൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടറിയോ? നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും മറിഞ്ഞൊക്കെ എടുക്കൂലേ? ഉമ്മാക്ക് ചെരിയാനും അറിയാനും പേടിയാണ്. കാരണം ചെരിഞ്ഞെടുക്കുമ്പോൾ എൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ മോൻക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി. എൻ്റെ വയറിൽ കിടക്കുന്ന എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതിയിട്ട് ഉമ്മ ചെരിഞ്ഞാനും മറിയാനൊന്നും നിന്നില്ല. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ആ ഒരു 10 മാസം ഉറങ്ങാനും പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഉമ്മാന്റെ വയറിലുള്ള സമയത്ത്, ഗർഭത്തിലുള്ള സമയത്ത് 10 മാസം ഉമ്മ പട്ടിണി കിടന്നു. ഉമ്മ നല്ല പോലെ ഉറങ്ങും ചെയ്തിട്ടില്ല. എന്നിട്ട് നിങ്ങളെ പ്രസവിച്ചത് എങ്ങനെ അറിയോ? കൈ മുറിഞ്ഞ ആളുകളെ കണ്ടിട്ടില്ലേ? നിങ്ങൾ കൈൻ്റെ എല്ലൊക്കെ പൊട്ടിയ ആളുകൾ വേദനിച്ചിങ്ങനെ പെടയിനെ കണ്ടിട്ടില്ലേ? ഒരു എല്ല് പൊട്ടി അത്രയും വേദനയാണെങ്കിൽ ഉമ്മ നമ്മളെ പ്രസവിക്കുമ്പോൾ 70 എല്ല് പൊട്ടണ വേദനയായിരുന്നു. ഉമ്മാന്റെ ശരീരത്തിലെ 70 എല്ല് പൊട്ടിച്ച്, 70 പേശികൾ പൊട്ടിച്ച് വേദന സഹിക്കാൻ വയ്യാതെ ഉമ്മക്കെടുന്ന് പെടഞ്ഞ് നല്ല വിളിച്ചിട്ടാണ് നിങ്ങളെ പ്രസവിച്ചത്. ഇത്രയും വേദന നമ്മളെ കാരണം ഉമ്മ സഹിച്ചിട്ട് ഇന്ന് വരെ ഉമ്മ അതിന് നമ്മ പ്രതികാരം വെട്ടിക്കണോ? ഉമ്മ നമ്മളൊന്നും ദേഷ്യപ്പെട്ടിട്ട് പോലും ചില ആ പേരിൽ ഒന്നും ചെയ്തിട്ടില്ല. ഉമ്മാക്ക് നമ്മളോട് സ്നേഹം മാത്രമാണ്. അങ്ങനെ പ്രസവിച്ച് നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ രാവിലെ തൊട്ടിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങും. പകല് തൊട്ടിൽ കിടന്ന് ഫുൾ ടൈം ഉറങ്ങും. ഉമ്മ വീട്ടിൽ പണിയെടുക്കുകയാണ്, പല ജോലിയിൽ, അടുക്കള ജോലിയിൽ മറ്റുമാണ്. അങ്ങനെ ഉമ്മാന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഉമ്മ ഇങ്ങനെ കിടക്കാൻ നിൽക്കുന്ന നേരത്താണ്, ഉറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് പകല് മുഴുവൻ കിടന്നുറങ്ങി നമ്മളുണ്ടല്ലോ
പകല് മുഴുവൻ കിടന്നുറങ്ങിയ നമ്മള് ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് കരയാണ്. ഉമ്മ ഉറങ്ങാൻ കിടക്കുന്നിടത്തുനിന്ന് ഉമ്മ എഴുന്നേറ്റ് വന്നിട്ട് നമ്മ താരാട്ടുപാട്ട് പാടി ഉറക്കി തരികയാണ് അല്ലേ. താരാട്ടുപാട്ടൊക്കെ പാടിയിട്ട് ഉറക്കി തന്നു എന്ന് മാത്രല്ല, ഉമ്മ പിന്നെ ഉറങ്ങാണ്ട് പോയപ്പോ നമ്മൾ വീണ്ടും കരഞ്ഞു, ഉമ്മാന്റെ ഉറക്കം വീണ്ടും പോയി. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെയാണ്. നമ്മൾ പ്രസവിച്ചതിന് ശേഷവും ഉമ്മാക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഉമ്മ നമ്മളെ ചെറുപ്പത്തിലൊക്കെ നോക്കിയത്. 5 വയസ്സ് പ്രായമായപ്പോ നമ്മളെ സ്കൂളിലും മദ്രസയിലൊക്കെ ഉമ്മ ചേർത്തു. സ്കൂളിൽ ചേർത്തിട്ട് നിങ്ങൾ മദ്രസയിലൊക്കെ ചേർത്ത് മദ്രസ വിട്ടിട്ട് വരാൻ 5 മിനിറ്റ് വൈകുമ്പോ ഉമ്മ ഇങ്ങനെ ബേജാറായിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞു വരും. അപ്പുറത്തെ വീട്ടിലെത്തിയിട്ടുണ്ടാവും, ചിലപ്പോ അങ്ങാടി സ്നേഹം കൊണ്ടാണ്. പക്ഷെ നിങ്ങളിങ്ങനെ കാത്തുനിന്നിട്ട് ഉമ്മ ഇങ്ങനെ പ്രതീക്ഷയോടെ നിങ്ങളെ കാത്തുന്നപ്പോഴും നിങ്ങൾ ഉമ്മാനെ ചീത്ത പറയുക ചെയ്തത്. ഉമ്മാക്ക് നേരെ കൈ ചൂണ്ടിയ മക്കൾ ഈ കൂട്ടത്തിലുണ്ട്, ഉമ്മാനേക്കാൾ ശബ്ദം വെച്ച മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. നിനക്കറിയാം പ്രിയപ്പെട്ട മക്കളെ, ഉമ്മ വളരെ നിസ്സാര കാര്യത്തിന് പോലും നിങ്ങളോട് ദേഷ്യം പിടിച്ചെന്തിനറിയോ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാച്ച് പരിപാടി ഉള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് എന്താണ് എൻ്റെ വീട്ടിൽ പരിപാടി എന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ അവിടെ കൂടി നിന്ന ആളുകൾ പരസ്പരം ചെവി പറയാണ്, ആ കുട്ടി വരുന്നുണ്ട് കയറിയിട്ട് സിറ്റ് ഔട്ട് കടന്ന് ഹാളിലെത്തിയപ്പോ അവിടെ ഒരു രംഗം കാണുകയാണ്. അല്ലാ, ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ച രംഗം. അപ്പോൾ ഈ ഉസ്താദ് നമ്മുടെ മക്കൾക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ആ മോട്ടിവേഷനിലൂടെ ഉസ്താദ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത നമ്മുടെ മക്കളെയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹമില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളുടെ മുന്നിലാണ് ഈ വീഡിയോ എത്തിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് റിവ്യൂ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല, എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം. നമ്മുടെ മക്കൾക്ക് നമ്മോടുള്ള സ്നേഹം, മാതാപിതാക്കളുടെ ആ ഒരു സ്നേഹമാണ് ഉസ്താദ് ഇങ്ങനെ പുറത്തെടുക്കുന്നത്. എല്ലാ മക്കളും നല്ല മക്കളാണ്, പക്ഷേ നമ്മുടെ നോട്ടത്തിൻ്റെ ചില കുറവുകളാണ്. ആ മക്കൾക്ക് ഉസ്താദ് ക്ലാസ് എടുത്തു കൊടുക്കുക. ആ ക്ലാസ്സിലൂടെ നമ്മുടെ മക്കൾ നേടിയെടുക്കുന്നത് നല്ലൊരു ശുദ്ധമായ ഒരു മനസ്സാണ്, നിഷ്കളങ്കമായ മനസ്സാണ് ഉസ്താദ് വാർത്തെടുക്കുന്നത് ആ ഒരു മോട്ടിവേഷനിലൂടെ. ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും പൊട്ടിക്കരഞ്ഞുപോയി. അങ്ങനെ ഒരു കൂട്ടക്കരച്ചിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഉസ്താദ് സംസാരിക്കുന്നത് ഒരുപാടൊന്നും എനിക്ക് നിങ്ങളോട് റിവ്യൂ ചെയ്യാൻ പറ്റില്ല, അത് ഉസ്താദിൻ്റെ അനുവാദവുമില്ല. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. ഇത് നേരിട്ട് അനുഭവിച്ച് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി കരയാണെന്ന് നമ്മൾ പറയുന്നില്ല, നമ്മുടെ മക്കൾക്ക് നമ്മോട് സ്നേഹമൊന്നും ഇല്ലയെന്ന്. ഇത് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. നമ്മളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഉസ്താദ്. മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളുമാണ് ഉസ്താദ് ഇതിൽ മക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്നത്. മാതാപിതാക്കളോടുള്ള സ്നേഹം ഉണ്ടാക്കി കൊടുക്കുകയാണ്, ശുദ്ധമായ മനസ്സാക്കി കൊടുക്കുകയാണ് ഉസ്താദ് ഈ കുട്ടികൾക്ക്. ലഹരിക്കടിമപ്പെട്ട് മാതാപിതാക്കളെ കൊന്നൊടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഉസ്താദിൻ്റെ ക്ലാസ് നമ്മൾ കേൾക്കുക തന്നെ വേണം. ഈ ക്ലാസ് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ ഞാനും ഇങ്ങനെ കരഞ്ഞുപോവുക. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചാണ് പറയുന്നത്. ആ മക്കളുടെ മനസ്സിൽ മാതാപിതാക്കളോടുള്ള ആ ഒരു സ്നേഹം കുത്തിവെച്ചു കൊടുക്കുകയാണ് ഉസ്താദ്. ഈ ക്ലാസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് വലിയൊരു നേട്ടമാണ്. പോത്തുപോലുള്ള മക്കൾ വരെ പൊട്ടി ആർത്ത് കരയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടക്കരച്ചിലാണ് അവസാനം ഉണ്ടായത്. ആദ്യം ഒരു ചെറിയ മോനാണ് തുടങ്ങി വെച്ചത്. ഞാനിങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മോനാണ് ഫസ്റ്റ് കരഞ്ഞത്. വേറൊന്നുമില്ല, മാതാപിതാക്കളോടുള്ള ആ സ്നേഹമാണ് പറഞ്ഞു കൊടുക്കുന്നത്. മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കൾ, ആ മക്കളെക്കുറിച്ചും ഒക്കെയാണ് ഉസ്താദ് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഉമ്മ 10 മാസം ഗർഭം ചുമന്ന് നമ്മളെ നൊന്ത് പ്രസവിക്കുന്ന ആ ഒരു നേരം വരെ ഉസ്താദ് ഇങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിനെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം നമ്മൾ പറഞ്ഞാലൊന്നും നിങ്ങളോട് മനസ്സിൽ കയറില്ല. ആ ഉസ്താദിൻ്റെ ഒരു വാക്കുകൾ അങ്ങനെയാണ്. മക്കൾക്ക് വേണ്ടി ഉമ്മമാർ അനുഭവിക്കുന്ന യാതനകളും വേദനകളുമാണ് ഉസ്താദ് മക്കളുടെ മനസ്സിൽ ഇങ്ങനെ കുത്തിവെക്കുന്നത്. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ മാതാപിതാക്കളോട് ഇങ്ങനെ സ്നേഹം കൂടിക്കൂടി വരികയാണ്. ആ സ്നേഹം ഉസ്താദ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്. നമ്മളെ ഉമ്മ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട്, നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നും നമ്മളെ എന്തിന് വഴക്ക് പറയുന്നു എന്നും ഉസ്താദ് ഇങ്ങനെ മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. മാതാപിതാക്കൾ വഴക്ക് പറയുമ്പോൾ മക്കൾ കരുതുന്നത് നമ്മളോട് നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും സ്നേഹമൊന്നുമില്ല,
എന്ന് കരുതുന്ന മക്കളുടെ മുന്നിൽ ഉസ്താദ് സ്നേഹം വിതറിക്കൊടുക്കുകയാണ്. എന്തിനാണ് നിങ്ങളെ ഉമ്മയും ഉപ്പയും വഴക്ക് പറയുന്നത്, ദേഷ്യപ്പെടുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഓരോ മക്കളിങ്ങനെ കണ്ണിങ്ങനെ തിരുമ്മിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അത് കരച്ചിലായി, അവസാനം കൂട്ടക്കരച്ചിലായി. കൂടെ ഞാനും കരഞ്ഞുപോയി. എന്തെന്നായാലും കരഞ്ഞു പോകും ഉസ്താദിന്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു ഹാളിൽ വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഉണ്ടായത്. പൊട്ടി ആർത്ത് കരയുന്ന ഒരുപാട് മക്കളുടെ മുന്നിൽ ഞാനും പൊട്ടിക്കരഞ്ഞുപോയി. നമ്മുടെ മക്കൾക്ക് നമ്മോടുള്ള സ്നേഹമാണ് ഉസ്താദ് പുറത്തെടുത്തത്. ഈ ഒരു വിഷയത്തിലൂടെ നമ്മൾ മാതാപിതാക്കൾക്ക് കൂടി ഒരു പാഠമായിരിക്കുകയാണ്. നമ്മുടെ മക്കൾ ശരിയല്ല, മോശമാണെന്നൊക്കെ പറയുന്ന മാതാപിതാക്കൾ ഇനി തിരുത്തി പറയേണ്ടി വരും. ശരിക്കും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷനാണ് ഉസ്താദ് കൊടുക്കുന്നത്. നമ്മുടെ മക്കൾ ആ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ എന്തെന്നായാലും ഉമ്മക്കും ഉപ്പക്കും ഒരു ഉമ്മ കൊടുക്കാതിരിക്കില്ല. അനസ് ഷാഫി കാലടി എന്ന് നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ സെർച്ച് ചെയ്ത് ഉസ്താദിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഉസ്താദിന്റെ ക്ലാസ് കേൾക്കേണ്ടവർക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്തിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കണോ? സ്വർഗത്ത് കിടക്കാൻ പൂതിയുണ്ടോ? ദുനിയാവ് രക്ഷപ്പെടണമെന്ന് പൂതിയുണ്ടോ? ആഖിറം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരേ ഒരു വഴിയുണ്ട്, അത് സയ്യിദുനാ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന വഴിയാണ്. ല്ലോ ഞാൻ ഈ ആഴ്ച നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അപ്പൊ ഉമ്മാന്റെ മുഖത്തുണ്ടായൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് മക്കളെ ഞാൻ ഇനി നിൽക്കുന്നത്. എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റും, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ ഉപ്പാക്ക്, എൻ്റെ ഉസ്താദിന് എന്നെ കുറിച്ച് ഒരു ചെറിയ വെറുപ്പിന്റെ ഒരു കണിക പോലും ഒരു മൂലയിലില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഈ മൂന്നാളുടെയും പൊരുത്തവും സന്തോഷം തൃപ്തിയാണ് ഞാൻ ഈ പറയുന്നതും നിങ്ങൾ ഈ അനുഭവിക്കുന്നതൊക്കെ. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, ഉമ്മാക്ക് വേണ്ടി ജീവിക്കണേ. ഇന്നെല്ലാരും ഉമ്മാക്ക് പോയി ഒരു ഉമ്മ കൊടുക്കണം. ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പാക്കൊരു ഉമ്മ കൊടുക്കണം. റെഡി ഉണ്ടാ? റെഡിയുള്ളവരൊക്കെ ഒന്ന് കൈപൊന്തിച്ചേ.